ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏത് പ്ലാവനത്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിയറ്റ്നാം സൂപ്പർ എർലി എന്നാണ്. എന്താണ് വിയറ്റ്നാം സൂപ്പർ എർലിക്ക് ഇത്രയും സ്വീകാര്യത ലഭിക്കാൻ കാരണം? വിയറ്റ്നാം സൂപ്പർ എർലിയേക്കാൾ രുചികരമായ പ്ലാവനങ്ങളാണ് J33, സിദ്ധു, ശങ്കര, ഇവി ആർക്ക് എന്നിവ. ഈ പ്ലാവനങ്ങൾ എല്ലാം ഫലം നൽകാൻ 3 മുതൽ 5 വർഷം വേണം എന്നിരിക്കെ വിയറ്റ്നാം സൂപ്പർ എർലി 1-ാം വർഷം തന്നെ കായ്ക്കുന്നു എന്നതാണ് ഇവയുടെ പ്രധാന മേന്മ. രുചിയിലും ഇവ മോശമല്ല. പ്ലാവ് നട്ട് 3 വർഷം കാത്തിരിക്കാൻ വയ്യാത്ത നമ്മൾ 1-ാം വർഷം കായ്ക്കുന്നതും എന്നാൽ രുചിയിൽ മോശമല്ലാത്തതും ആയ വിയറ്റ്നാം സൂപ്പർ എർലി തിരഞ്ഞെടുക്കുന്നു. അധികം പടർന്നു പന്തലിക്കാത്തതിനാൽ സ്ഥലപരിമിതിയുള്ളവരും വിയറ്റ്നാം സൂപ്പർ എർലി തന്നെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതും അവയേക്കാൾ രുചിയും നിറവും മണവും ഉള്ളതുമായ ഒരു പ്ലാവനമാണ് കംബോഡിയൻ പ്ലാവ്. അതായത് കംബോഡിയൻ ജാക്ക് നട്ട് 1-ാം വർഷം തന്നെ കായ്ഫലം തന്നു തുടങ്ങും. കൂടാതെ അധികം പടർന്നു പന്തലിക്കില്ല. ഇവ വലിയ ഡ്രമ്മുകളിലും നടാവുന്നതാണ്. പഴുത്തുകഴിഞ്ഞാൽ വിയറ്റ്നാം സൂപ്പർ എർലിയേക്കാൾ മണവും മധുരവും ഇവയ്ക്കു കൂടുതലുണ്ട്. 24 ഇവയുടെ ബ്രിക്സ് വാല്യൂ. ചക്കച്ചുളകൾക്ക് ഓറഞ്ച് നിറമാണ് ഉള്ളത്. അതുകൊണ്ട് ഇവയെ കംബോഡിയൻ ഓറഞ്ച് ജാക്ക് എന്നും പറയാറുണ്ട്. ചക്കയുടെയും ചുളകളുടെയും വലുപ്പം വിയറ്റ്നാം സൂപ്പർ എർലിയേക്കാൾ കൂടുതലാണ്. കൂടുതൽ കട്ടിയുള്ള ചുളകളായതിനാൽ ഇവ പാചകത്തിനും ചിപ്സ് ഉണ്ടാക്കുന്നതിനും വിയറ്റ്നാം സൂപ്പർ എർലിയേക്കാൾ മികച്ചതാണ്. എന്നാൽ യഥാർത്ഥ തൈകളുടെ ലഭ്യതക്കുറവും വിയറ്റ്നാം സൂപ്പർ എർലിയുടെ അധിക ലഭ്യതയും മൂലം നഴ്സറികൾ ഇവയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ സ്ഥലപരിമിതിയുള്ളവർ വിയറ്റ്നാം സൂപ്പർ എർലിയെ ഒഴിവാക്കി കംബോഡിയൻ ജാക്കിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. അല്ലാത്തവർക്കും J33, സിദ്ധു, ഇവി ആർക്ക്, ശങ്കര എന്നിവ കഴിഞ്ഞാൽ കംബോഡിയൻ ജാക്കിന് കൂടി പരിഗണിക്കാവുന്നതാണ്.